നീ എന്തായി പറയണേ? ഞങ്ങളെല്ലാം ഇത്ര ആശിച്ച് അവളെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഒടുക്ക നിനക്ക് വയ്യാന്ന് പറഞ്ഞ. എനിക്ക് ആ കുട്ടി അങ്ങനെ കാണാൻ കഴിയില്ല. അതെന്താ അമ്മ മനസ്സിലാക്കാത്ത? അങ്ങനെ മനസ്സിൽ തോന്നിയെന്ന് പോലും അറിഞ്ഞ അപ്പൂന്റെ ആത്മാവ് പൊറുക്കോ നമ്മളോട്? അവൻ ഇഷ്ടാവേ ഉള്ളൂ. അവക്കൊരു ജീവിതം കൊടുക്കുകയല്ലേ. അത് നടക്കില്ല അമ്മേ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയേണ്ടത്. കാരണമുണ്ട്, ഒരുപാട് കാരണമുണ്ട്. ഉണ്ണി പറയ്, എന്താ നിന്റെ മനസ്സില്? നീ ഇങ്ങനെ അറുത്തു മുറിച്ചങ്ങ് പറയാൻ. അമ്മേ, ഞാൻ മോഹം കൊടുത്ത് എന്നെ മാത്രം വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അവളുമായിട്ടേ ഉണ്ടാവും. ആരാ അത്? പറയൂ ഉണ്ണി. ഭദ്ര. എന്താ എന്താ നീ പറഞ്ഞേ? സത്യമാണ് അമ്മേ, എനിക്ക് അവളെ ചതിക്കാൻ കഴിയില്ല. എന്റെ ദേവി, ഇക്കാരം പറയാ നീ? ബാല്യക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേക്കാനാ നിന്റെ ഭാവം? നടക്കില്ല ഉണ്ണി, നടക്കില്ല. അമ്മേ, എല്ലാം എനിക്കറിയാം. പക്ഷെ തറവാടിന്റെ സൽപ്പേരിനേക്കാളും ആരുടെ അഭിമാനത്തെക്കാളും എനിക്കിപ്പോ കാര്യം ആ പാവം പെൺകുട്ടിയുടെ ജീവിതമാണ്. ഓർക്കാൻ വയ്യാത്ത നാണക്കേടായി തോന്നുകയാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലടി. സകലരെയും മാനം കെടുത്താനായിട്ട് ഒരുമിട്ട് ഇറങ്ങിയിരിക്കാ നീ. മിണ്ടട്ടാ, കൊത്തി അരിയാനുള്ള കലി വരണുണ്ട് എനിക്ക്. ചെല്ല്, അകത്തോട്ട് വിളിക്കണ്ട്. അങ്ങോട്ട് ചെല്ലാൻ. എന്താ കുട്ടിയെ കേക്കണേ? മുഖത്ത് നോക്കടി, ആശ്രീകരം നിക്കണത് കണ്ടില്ലേ? കഴിഞ്ഞതൊക്കെ മറന്നുവല്ലേ? വയറ് നിറച്ച് 3 നേരം ആഹാരവും എണ്ണയും തുണിയും എന്താ വേണ്ടെന്ന് വെച്ചാ അതല്ല. അങ്ങനെ വളർത്തി ആളാക്കിയതിന് കാണിച്ച നന്ദിയായത്. ഒരു ബാല്യക്കാരുടെ നിലയ്ക്ക് കാണാതെ അകത്തും പുറത്തും സ്വാതന്ത്ര്യം തന്നപ്പോ നീ എന്താ കരുതിയത്? കാളൂർക്കാരുടെ ഒപ്പത്തിനെത്തിയെന്നോ? ഇതെന്നു തൊട്ടാടി തുടങ്ങിയതാ? വാ തുറക്കടി അസത്തെ. അവളുടെ ഒരു പൂതി. നിന്നെ ഞാൻ വാഴിക്കാൻ മരുമോളായിട്ട്. അതൊക്കെ നിലവിളിച്ച് ഒച്ച കൂട്ടിട്ട് ഇനി ആ കുട്ടിയുടെ കാതിൽ എത്തണ്ട. പാവം മോള് ഒന്നും അറിയാണ്ട് എന്ത് സന്തോഷിച്ചാ നടക്കണെന്നറിയാവോ? എല്ലാം നശിപ്പിച്ചില്ലേ ലക്ഷണം കെട്ടവള്. ഉണ്ണിയോട് ഇനി മിണ്ടുന്നത് കണ്ടാലുണ്ടല്ലോ, ഓടിയപ്പുറത്ത്. നീ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ചിരുന്നിട്ടെന്താ? നേരത്തെ ആലോചിക്കണ്ടായിരുന്നോ? നടക്കാത്ത മോഹങ്ങൾ മനസ്സിൽ കുരുത്തു തുടങ്ങുമ്പോഴേ നുള്ളിക്കളയണം. വലിയ വീടുകളിലൊക്കെ പണിക്ക് നിൽക്കുമ്പോ അവിടുത്തെ ആൺകുട്ടികൾ ചിലപ്പോ ഇഷ്ടാണ്, കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് വരും. അത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കാന്ന് വെച്ചാ ഉണ്ണിയുടെ മനസ്സിൽ ദുഷ്ടവിചാരം ഒന്നും ഇല്ലായിരുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാം അങ്ങോട്ട് മറന്നിട്ട് എവിടെ ആയാലും മാനം മര്യാദയ്ക്ക് കഴിയാൻ നോക്ക്. കണക്കൊന്നും നോക്കിയിട്ടില്ല, ഇനി നോക്കിയാലും കൂടുതലേ കാണും. ഇത്തിരി പഴയതാണെങ്കിലും നിനക്ക് കുറച്ചാലും കൊടുക്കാം. ഇതിന്റെ ഒരു ചൂടും പോകെ അടങ്ങിട്ടേ നീ ഇടയ്ക്ക് ഇതിലേ വാ. ഞാൻ വല്യേട്ടനോട് പറഞ്ഞേ എന്തെങ്കിലും മേടിച്ചു തരാം. ഭദ്ര പോവാന്ന് പറയുന്നു. എന്തേ പെട്ടെന്ന്? എന്താ ഇവിടെ നടക്കുന്നത്? ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. എന്താ ഭദ്രേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നും മുടക്കം വരാണ്ട് നിങ്ങൾക്ക് തിരി തെളിയിക്കണം. ഞാൻ ഇന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു ദുശകുന. ആർക്കും വേണ്ട എന്നെ. ഞാൻ മരിച്ചാലേ ഈ വീട്ടിലൊരു സമാധാനം കിട്ടുള്ളൂ. എനിക്ക് വേണ്ട, എനിക്ക് മതിയായി ജീവിതം. എന്നെ കൊത്തിയെടുത്തോളൂ നാഗത്തന്മാരെ, കൊത്തിയെടുത്തോളൂ.